ഉൽപ്പത്തി പുസ്തകം അധ്യായം 33. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി. ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ട് തൻ്റെ മക്കളെ ലയായുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പാകെയും ലയയെയും അവരുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും ജോസഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുമ്പായി നടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന്, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്ത് വന്ന് നമസ്കരിച്ചു. ലയായും മക്കളും അടുത്ത് വന്ന് നമസ്കരിച്ചു. ഒടുവിൽ ജോസഫും റാഹേലും അടുത്ത് വന്ന് നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട ആൾക്കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന്, യജമാനൻ എന്നോട് കൃപ തോന്നേണ്ടതിന് ആകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നത് ഉണ്ട്, നിനക്കുള്ളത് നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകുക, ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു. എന്നതിന് അവൻ അവനോട്, കുട്ടികൾ നാന്ന് ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂടെയുള്ളതെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുമ്പായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയീരിൻ്റെ യജമാന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്? യജമാന് കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയീരിൻ്റെ മടങ്ങിപ്പോയി. യാക്കോബോ സൂക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു. കന്നുകാലി കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്ന് പേർ പറയുന്നു. യാക്കോബ് പദ്ദാൻ ആരാമിൽ നിന്ന് വന്ന ശേഷം കനാദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിന് അരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ പുത്രന്മാരോട്
100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് ഏൽ ഏലോഹെ ഇസ്രയേൽ എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്.